പ്രഖ്യാപിത നിലപാടിനെതിരെയാണ്. സർക്കാരിന്റെ നയങ്ങളാണ് ചീഫ് സെക്രട്ടറി നടപ്പാക്കുന്നത്. ഇതുവരെ ആ കത്ത് പിൻവലിച്ചിട്ടില്ല. സർക്കാരിന്റെ നിലപാട് ഇന്നിപ്പോ 2 ദിവസത്തോട് സ്വാതന്ത്ര്യ ദിനത്തിൽ അതൊക്കെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ കണ്ടോ സർക്കാരിന്റെ നയം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാവും. സ്കൂളുകളിലൊക്കെ കൺഫ്യൂസ്ഡ് ആണ്. ഇപ്പം സ്കൂളുകളിലൊക്കെ മത്സരങ്ങൾ നടത്താം. അല്ല, വ്യാപകമായ ശ്രമം ചില ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. ഞങ്ങളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ നടപടികൾ ആ കാര്യത്തിൽ സ്വീകരിക്കും. ചീഫ് സെക്രട്ടറിയുടെ കത്തൊന്ന് വായിച്ചു നോക്കും. ചീഫ് സെക്രട്ടറിക്ക് ഡൽഹിയിൽ നിന്ന് അയച്ച കത്ത് ചീഫ് സെക്രട്ടറി LSCD സെക്രട്ടറിക്ക് ഫോർവേഡ് ചെയ്തു. അത്രയല്ല, ഫോർവേഡ് ചെയ്തു. ചീഫ് സെക്രട്ടറിയുടെ ജോലിയാണത്. ഫോർവേഡ് ചെയ്തു. സ്റ്റേറ്റ് ഗവൺമെന്റ് എന്നായല്ലോ പറഞ്ഞിരിക്കുന്നത്. അവിടെ അയച്ച ഹർത്തിരംഗയായിട്ട് ബന്ധപ്പെട്ട ആ പരിപാടിയിലിരുന്നു. സ്വാതന്ത്ര്യ ദിനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാരാണ് തീരുമാനിക്കുന്നത്. സർക്കാരിന് അതിൻ്റെ അകത്തൊരു കൃത്യമായ നയമുണ്ട്. UDF അത് സംബന്ധിച്ച ഒരു കൃത്യമായ നയമുണ്ട്. അത് നിങ്ങൾ ഓഗസ്റ്റ് 15 ഇനി അധികം ദിവസമില്ലല്ലോ, അപ്പോൾ മനസ്സിലാവും. എല്ലാവരും ചോദിക്കാൻ അവസാനം പറയാം. കേന്ദ്ര നിയമത്തിന് പ്രസിഡന്റിന്റെ അംഗീകാരവും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിയമപരമായിട്ട് സംസ്ഥാനങ്ങൾക്ക് ഇത് ആലപിക്കാനുള്ള ഒരു ബാധ്യത ഉണ്ടാകുമോ? ആ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും? CMI കത്ത് ഇറങ്ങിയിട്ട് ഇപ്പൊ ഏതാണ്ട് 4 ദിവസം കഴിഞ്ഞു. താങ്കൾ ഇതുവരെ പ്രതികരിക്കണം. സ്കൂളുകളിലൊക്കെ ഇതിന് മത്സരം നടക്കാൻ സമ്പൂർണ്ണമായി ആരംഭിക്കണം എന്ന് പറയുന്നത് സ്കൂൾ ക്ലാസ് ഗ്രൂപ്പുകളടക്കം ഇത് സംബന്ധിച്ച മെസ്സേജ്. അപ്പൊ ഇങ്ങനെ ഒരു കത്ത് വന്ന സമയത്ത് തന്നെ താങ്കൾക്ക് ഇതിന് ഒരു കൃത്യത വരുത്തിയിരുന്നെങ്കിൽ, വ്യക്തത വരുത്തിയിരുന്നെങ്കിൽ ഈ കൺഫ്യൂഷൻ സ്കൂളുകളിലടക്കം ഉണ്ടാവുമായിരുന്നു. ഈ ചീഫ് സെക്രട്ടറിയുടെ കത്ത് സ്വാഭാവികമായിട്ട് പുറത്തു വന്നു. അത് പല ഉദ്യോഗസ്ഥന്മാർക്കും പോയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ആശയക്കുഴപ്പം ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ ഉണ്ടാവില്ലേ, ഇത് മുഴുവൻ പാടിയില്ലെങ്കിൽ നിയമ നടപടി ഉണ്ടാവും. അപ്പൊ അങ്ങനെ സർക്കാർ ഒരു നിർദ്ദേശം കൊടുക്കുമോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് സർക്കാരിന് ഇതിനകത്ത് കൃത്യമായ നയമുണ്ട്. അത് ഓഗസ്റ്റ് 15 അത് വളരെ വ്യക്തമാവും സർക്കാരിന്റെ നയം എന്താണ് ഇക്കാര്യത്തിലെന്ന്. പിന്നെ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. നിയമം പാസ്സാക്കി പ്രസിഡന്റ് ഒപ്പുവെച്ച് അത് നോട്ടിഫിക്കേഷനായിട്ട് വന്നിട്ടുണ്ട്. ആ നിയമത്തിൽ അത് മുഴുവൻ പാടണമെന്നാണ് നിയമപരമായിട്ട് പറയണത്. പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ്. അതിനെ അധിക്ഷേപിക്കുകയോ അത് ചെയ്യാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ 3 വർഷം തടവ് വരെ കിട്ടുന്ന നിയമമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന UDFനും അതിനെക്കുറിച്ച് കൃത്യമായ ഒരു നിലപാടുണ്ട്. ആ നിലപാടനുസരിച്ചിട്ടേ ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട നിയമസഭയിൽ മുമ്പ് വിരമിച്ച ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ സംശയം നേരിലുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കീഴിൽ കേസിൽ ലഭിച്ച എല്ലാവർക്കും അന്വേഷണം വരുമെന്നും റിപ്പോർട്ട് തരുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്താണ് അതിന്റെ? അത് വിശദമായി അന്വേഷിക്കുക. കാര്യത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കും. വളരെ ഗൗരവതരമായ പരാതിയാണ് അത് സംബന്ധിച്ച് അത് കിട്ടിയിരിക്കുന്നത്. ഗൗരവത്തോടുകൂടി അന്വേഷിക്കുന്നത്. കേന്ദ്രം നടപ്പിലാക്കുന്ന നിയമങ്ങൾ സംസ്ഥാനങ്ങൾക്ക് മറികടക്കാനാവില്ല എന്ന് മുമ്പ് നമ്മൾ PMC പല ഇതിലും പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ഈ മൈനിങ് ആൻഡ് മിനറൽസ് ഈ അമെന്റ്മെന്റിൽ എന്തായാലും നമ്മുടെ അടുത്ത നടപടി നമ്മളത് പാർലമെന്റിലെ ലോകസഭ അത് പാസാക്കി നമ്മൾ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. രാജ്യസഭയിൽ വരും പ്രതിഷേധിക്കും. സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രതിഷേധം നമ്മൾ അറിയിക്കും. പിന്നെ അത് പാസ്സായി ആക്ട് ആയി കഴിഞ്ഞാൽ അപ്പോഴേ നമുക്ക് നിയമപരമായ കാര്യങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. അതായത് നമ്മുടെ മെയിൻ പരാതി സ്റ്റേറ്റ് ലിസ്റ്റിലേക്കുള്ള എൻക്രോച്ച് ആണെന്നാണ്. ഭരണഘടനയുടെ ഷെഡ്യൂളിൽ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റിൽ യൂണിയനാണ് അധികാരം നിയമനിർമ്മാണത്തിന്. സ്റ്റേറ്റ് ലിസ്റ്റിൽ സ്റ്റേറ്റിനാണ് അധികാരം. കൺകറന്റ് ലിസ്റ്റിൽ 2 പേർക്കും ഉണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട 18 ഭൂമിയുടെ അധികാരം. ഷെഡ്യൂളിൽ 18 അതിലേക്കുള്ള നഗ്നമായ കടന്നുകയറ്റമാണ്. അപ്പം നമുക്ക് ഭരണഘടനാപരമായ ഒരു ഭരണഘടനാ ലംഘനം കൂടിയാണ്. ഭരണഘടനയുടെ ഷെഡ്യൂളിൻ്റെ ഉള്ള അധികാരത്തിൻ്റെ, സ്റ്റേറ്റിന് കൊടുത്തിരിക്കുന്ന അധികാരത്തിൻ്റെ ലംഘനം കൂടിയാണ്. അപ്പം നമുക്ക് അവർ പാസ്സാക്കിയാൽ നമ്മൾ അതിനു മുമ്പ് രാഷ്ട്രീയമായ എതിർപ്പ് അറിയിക്കും, സ്റ്റേറ്റിൻ്റെ എതിർപ്പ് നമ്മൾ അറിയിക്കും, എന്നിട്ട് നിയമപരമായ മാർഗങ്ങൾ തേടും. ഓണം ഈ ഉത്സവബത്ത ബോണസ് തുടങ്ങിയ കാര്യങ്ങൾ തീരുമാനമെടുത്തോ? അതോടൊപ്പം തന്നെ ഈ ശമ്പളവൽക്കരണത്തിന്റെ കാര്യത്തില് ഒരു ഓഫീസും കുറച്ച് ജീവനക്കാരും അവിടെ വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ അതൊരു സർക്കാർ പണം പാഴാക്കുന്ന ഒരു പരിപാടിയല്ലേ? അല്ല, നമ്മളത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സംസ്ഥാനത്തെ ജീവനക്കാർക്ക്
സാധാരണഗതിയിൽ കൊടുക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കും, ഒരു കുറവും വരുത്തില്ല.